നമ്മൾക്കെല്ലാം അറിയാവുന്ന പോലെ ഈ മെയ് 17 വേൾഡ് ഹൈപ്പർടെൻഷൻ ഡേ നമ്മൾ ആചരിക്കുകയാണ്. എന്താണ് ഹൈപ്പർടെൻഷൻ അഥവാ രക്താതിസമ്മർദ്ദത്തിൻ്റെ ഇമ്പോർട്ടൻസ്? നമുക്കെല്ലാം അറിയാവുന്ന പോലെ സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും കിഡ്നി അസുഖങ്ങളുമാണ് ബിഗസ്റ്റ് കില്ലേഴ്സ്. ഇവ മൂന്നിൻ്റെയും മേജർ റിസ്ക് ഫാക്ടർ, അതിൻ്റെ കാരണം ഹൈ BP അഥവാ ഹൈപ്പർടെൻഷനാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വേൾഡ് ഹൈപ്പർടെൻഷൻ ഡേ പ്രത്യേകം സിഗ്നിഫിക്കൻസ് ഉള്ളത്. ഹൈപ്പർടെൻഷനെ കുറിച്ച് പറയുമ്പം അതൊരു സൈലന്റ് കില്ലർ എന്നാണ് പറയുന്നത്. കാരണം മിക്കപ്പോഴും ഹൈ BPയുടെ ലക്ഷണമൊന്നും ആർക്കും ഉണ്ടാവില്ല. നമ്മുടെ അറ്റാക്ക് ആയിട്ടോ സ്ട്രോക്ക് ആയിട്ടോ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ മാത്രമേ നമുക്ക് ഹൈ BP ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. മിക്കപ്പോഴും ഇത് കണ്ടുപിടിക്കപ്പെടാതെ പോകും. അതുകൊണ്ടാണ് മിക്കവർക്കും സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും കിഡ്നി അസുഖങ്ങളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ വേൾഡ് ഹൈപ്പർടെൻഷൻ ഡേയുടെ ഒരു മോട്ടോ ചെക്ക് യുവർ നമ്പേഴ്സ് റെഗുലർലി എന്നുള്ളതാണ്. നമ്മൾ 40 ഇയേഴ്സിന് കഴിഞ്ഞുള്ള ആൾക്കാർ കൃത്യമായി കാലയളവിൽ ഡോക്ടറെ കാണുകയും BP ചെക്ക് ചെയ്യുകയും വേണം. BP കണ്ടുപിടിക്കപ്പെടാതെ പോകുമ്പോൾ അത് കാരണമാണ് മിക്കപ്പോഴും ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും കിഡ്നി പ്രോബ്ലം ഉണ്ടാകുന്നത്. ഡോക്ടറെ കണ്ട് BP ചികിത്സിക്കുക മാത്രം നമ്മൾ ചെയ്താൽ പോരാ, നമ്മുടെ ഭാഗത്ത് കുറേ എഫേർട്സ് വേണം. നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തണം. കൃത്യമായ ഭക്ഷണങ്ങളും വ്യായാമങ്ങളും ആവശ്യമാണ്. ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോസസ്ഡ് ഫുഡ് അവോയ്ഡ് ചെയ്യണം. എക്സ്ട്രാ സോൾട്ടുള്ള എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്തിട്ടുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യണം. ഉപ്പ് നന്നായിട്ട് കുറയ്ക്കണം, പഞ്ചസാര കുറയ്ക്കണം. അതുപോലെ ദിവസം ഒരു 30-40 മിനിറ്റ്സെങ്കിലും നമ്മൾ വ്യായാമം ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. 40 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ അത് ബ്രിസ്ക് വാക്കിംഗ് ആവാം, ജോഗിങ് ആവാം, സ്വിമ്മിങ് ആവാം, യോഗ ആവാം, അല്ല ഈവൻ ജിം ട്രെയിനിങ് ആവാം. ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടമുള്ള വ്യായാമം ചെയ്താൽ മതിയാവും. അതുപോലെ നമ്മുടെ സിഗരറ്റ് സ്മോക്കിങ്ങും ആൽക്കഹോളും BP കൂട്ടുന്ന ഒരു റിസ്ക് ഫാക്ടേഴ്സാണ്. അപ്പം നമ്മൾ ക്വിറ്റ് സ്മോക്കിംഗ് ആൻഡ് മോഡറേഷൻ ഓഫ് ആൽക്കഹോൾ ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ കൃത്യമായ ഭക്ഷണങ്ങൾ, കൃത്യമായ ശീലങ്ങൾ, കൃത്യമായ കാലയളവിൽ ഡോക്ടറെ കണ്ട് BP ചെക്ക് ചെയ്ത് അത് ക്രമീകരിക്കുക എന്നുള്ളതാണ് ഈ വേൾഡ് ഹൈപ്പർടെൻഷൻ ഡേയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.